നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ത്രീ ശക്തി മോദിക്കൊപ്പം. ഈ വേദിയിലെ നിരവധി സ്ത്രീ ശക്തികളെ പ്രതിദാനം ചെയ്ത നിരവധി സ്ത്രീകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിലെല്ലാവരുടെയും വൻ ശ്രദ്ധ പതിച്ചത് ആ ഒരൊറ്റ ഒരു വ്യക്തിയിലേക്കാണ്. മറ്റാരുമല്ല, മറിയക്കുട്ടിയോട് നേരിട്ട് പരാതി ചോദിച്ചിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹിന്ദി അത്ര വശമില്ലാത്ത മറിയക്കുട്ടി തനിക്ക് പറയാനുള്ളതെല്ലാം അങ്ങ് മലയാളത്തിൽ പറഞ്ഞു. അത് മൊഴിമാറ്റം ചെയ്ത് ഹിന്ദിയിലാക്കി ശോഭാ സുരേന്ദ്രൻ മോദിയോട് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഒന്നും കേൾക്കാതെ പ്രധാനമന്ത്രി നോക്കിയതത്രേ മറിയക്കുട്ടിയുടെ മുഖത്താണ്. ഇരുവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷ അത്ര കൈകാര്യം ചെയ്യാൻ ഇരുവർക്കും അറിയില്ലെങ്കിലും അവർ പറയാനുള്ളതെല്ലാം പരസ്പരം പറഞ്ഞങ്ങ് തീർത്തു. തന്റെ ബുദ്ധിമുട്ട്, താൻ അനുഭവിക്കുന്ന വേദന, തന്നെ പോലെയുള്ള പ്രായത്തിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന, ഇതെല്ലാം തനിക്ക് പറയാനുണ്ടായിരുന്നുവെന്നും അതെല്ലാം പറഞ്ഞുവെന്നായിരുന്നു മറിയക്കുട്ടി പിന്നീട് പറഞ്ഞത്. അതിനെല്ലാം ഒടുവിൽ മറിയക്കുട്ടിയെ നോക്കി കൈ കൂപ്പിക്കൊണ്ട് മോദി പറഞ്ഞു. മറിയക്കുട്ടിയെ കൈ കൂപ്പിക്കൊണ്ടാണ് മോദി സ്വീകരിച്ചത്. പെൻഷൻ പോരാളി എന്ന നിലയിൽ വാർദ്ധക്യത്തിലും തളരാതെ പോരാടി വാർത്തകൾ നിറഞ്ഞ 78-കാരിയാണ് മറിയക്കുട്ടി. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് ഒരുങ്ങിയ വേദിയിൽ സ്ത്രീകൾക്ക് നൽകിയ പദ്ധതികൾ എണ്ണി പറഞ്ഞായിരുന്നു മോദിയുടെ 41 മിനിറ്റ് നീണ്ട പ്രസംഗം. മലയാളത്തിൽ ആരംഭിച്ച പ്രസംഗത്തിൽ നിരവധി തവണ അമ്മമാരെ, സഹോദരിമാരെ തുടങ്ങിയ വാക്കുകൾ പ്രധാനമന്ത്രി ആവർത്തിച്ചു പറഞ്ഞു. മോദിയുടെ ഗ്യാരണ്ടി ഊന്നി പറഞ്ഞാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. രാജ്യം ഇപ്പോൾ സംസാരിക്കുന്നത് മോദിയുടെ ഉറപ്പിനെ കുറിച്ചാണ്. എന്നാൽ സ്ത്രീ ശക്തിയാണ് രാജ്യത്തെ വികസിപ്പിക്കുന്നതിൽ ഉറപ്പ്. സ്ത്രീകൾക്ക് നിയമസഭയിലും ലോകസഭയിലും സംവരണം നൽകുന്ന ബില്ല് കൊണ്ടുവരുന്നതിൽ കോൺഗ്രസും ഇടതുപക്ഷവും എതിര് നിന്നു. എന്നാൽ മോദി നാരി ശക്തി അഭിനന്ദനിലൂടെ അത് പ്രാബല്യത്തിലാക്കി. മുസ്ലിം സ്ത്രീകൾക്ക് മുത്തലാഖ് മൂലം ഉണ്ടാകുന്ന വിഷമം മാറ്റാൻ മോദി സർക്കാർ നിയമം കൊണ്ടുവന്നു. മോദി സർക്കാർ 4 ജാതികൾക്ക് പ്രാധാന്യം നൽകുന്നു. ദരിദ്രർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ, ഈ ജാതികൾ സുപ്രധാനം. 10 കോടി ഉജ്ജ്വല പദ്ധതി, 11 കോടി കുടുംബങ്ങൾക്ക് പൈപ്പ് വെള്ളം, 12 കോടി ശൗചാലയങ്ങൾ, 1 രൂപയുടെ സുവിധ സാനിറ്ററി പാഡ്. കേരളത്തിൽ 60 ലക്ഷം, 30 ലക്ഷം മുദ്രാ ലോൺ, 26 ആഴ്ച പ്രസവാവധി, സൈനിക സ്കൂളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം, നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീ സംവരണം എല്ലാം നടത്തിയത് മോദിയുടെ ഗ്യാരണ്ടി. 2 കോടി സ്ത്രീകൾ ലക്ഷാധിപതികൾ ആകും. PM വിശ്വകർമ്മ യോജന, തെരുവ് കച്ചവടക്കാരായ സ്ത്രീകൾക്ക് സഹായം, എല്ലാവർക്കും വീട്, എല്ലാത്തിനും മോദിയുടെ ഉറപ്പാണ് എന്നും അദ്ദേഹം പറഞ്ഞു നിർത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തേക്കിൻകാട് മൈതാനത്തിൽ തടിച്ചുകൂടിയ സ്ത്രീകളുടെ എണ്ണം കണക്കിലാക്കുമ്പോൾ തന്നെ അവരുടെ ആവേശവും അവരുടെ വീര്യവും ഒക്കെ തന്നെ കണ്ടതാണ്. മോദി കടന്നു വരുന്ന വഴികളിൽ എല്ലാം ഈ ആവേശവും ആരവവും കണ്ടതാണ്. തേക്കിൻകാട് മൈതാനത്തിൽ കാഴ്ചക്കാരായി, കാണികളായി സ്ത്രീകളെ അല്ലാതെ പുരുഷന്മാരെ കയറ്റിയിരുന്നില്ല. കാരണം ഒരു വീടിന്റെ നട്ടെല്ലും ഒരു വീടിന്റെ അഭിപ്രായവും എല്ലാം തന്നെ രൂപീകരിക്കാനുള്ള പ്രധാന പങ്ക് വഹിക്കുന്ന വ്യക്തികൾ അത് സ്ത്രീകളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഒരു കേന്ദ്രത്തിൽ തന്നെ അടിക്കാൻ മോദി തീരുമാനിച്ചത്. എന്തായാലും അമ്മമാരെ, സഹോദരിമാരെ എന്ന് വിളിച്ചുകൊണ്ട് കേരളത്തിലെ നിരവധി സ്ത്രീകളുടെ മനസ്സിലേക്ക് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നു ചെന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആരെതിർത്താലും ഞാൻ മോദിയുടെ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് മറിയക്കുട്ടി ഈ പരിപാടിക്ക് വന്നതിന് മുൻപേ തന്നെ പ്രതികരിച്ചിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയെ കാണാൻ പറ്റിയതിന്റെ സന്തോഷവും പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തോട് പറയാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസവും ഒക്കെ തന്നെ മറിയക്കുട്ടിയിൽ നമുക്ക് കാണാമായിരുന്നു.